അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4-ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 2-ാമത്തെ പാഠം അബ്വാബുൽ ജന്ന, സ്വർഗ കവാടം എന്ന പാഠം നമുക്ക് വായിക്കാം. സ്വർഗ കവാടങ്ങൾ. ഞാൻ വുളൂ ചെയ്യുകയാണ്, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിക്കുക. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്? ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് വുളൂ എടുക്കേണ്ടത്. പൂർണ്ണമായ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഓർമ്മിപ്പിച്ചു. എങ്ങനെ? പൂർണ്ണമായ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ദിക്റ് ചൊല്ലി. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ദിക്റ് ചൊല്ലി. ഏതാണ് ആ ദിക്റ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. മുൻകൈ 2-3 തവണ കഴുകി. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മുൻകൈ 2-3 തവണ കഴുകുമ്പോഴാണ് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? 3 തവണ മുൻകൈ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. പിന്നീട് മിസ്വാക്ക് ചെയ്തു. അപ്പോൾ വുളൂ എടുക്കുന്നതിന് മുമ്പ് അല്ല മിസ്വാക്ക് ചെയ്യേണ്ടത്. പിന്നെ വുളൂഇൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മുൻകൈ കഴുകിയതിന് ശേഷമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അടുത്ത് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുകയും ചെയ്തു. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി. മുഖവും, അപ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നാണ് വുളൂഇൻ്റെ നിയ്യത്ത് എന്ന് കരുതി 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും എന്ത് ചെയ്തു? കഴുകി. 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകി. തല മുഴുവനും 3 തവണ തടവി. 2 കൈയും നനച്ച് ചെവി 2ഉം ഉള്ളും പുറവും 3 തവണ തടവി. 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകി. 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്തു. അപ്പോൾ വുളൂ റസൂലുള്ള പറഞ്ഞല്ലോ, വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ, പൂർണ്ണമായ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ പൂർണ്ണമായ വുളൂഇൻ്റെ രീതിയാണ് ഈ പറഞ്ഞത്. മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം? മുഖത്തിൻ്റെ ചുറ്റുഭാഗം എന്ത് ചെയ്യണം? കഴുകൽ സുന്നത്താണ്. അതുപോലെ തന്നെ 2 കൈ കഴുകുന്ന സമയത്ത് മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കൈകൾ സുന്നത്താണ്. മുട്ട് വരെ കഴുകിയാൽ മതി, കൈ മുട്ടുൾപ്പെടെ കഴുകിയാൽ മതി. പക്ഷേ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകൽ എന്താണ്? വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തല മുഴുവൻ തടവുക എന്നുള്ളത് പൂർണ്ണമായ സുന്നത്ത് ലഭിക്കും. തല അല്പം തടവലാണ് നമുക്ക് ഫർളുള്ളത്. തല മുഴുവൻ തടവിയാൽ മുഴുവൻ തടവലാണ് സുന്നത്ത്. 2 കൈയും നനച്ച് ചെവി 2 ഉള്ളുപുറവും തടവി. പിന്നെ 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക്, ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് വുളൂഇൻ്റെ ഫർള്. അപ്പോൾ ആ സുന്നത്തും കൂടി, യഥാർത്ഥത്തിൽ ആ സുന്നത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അപ്പോഴേ എന്താവുള്ളൂ? പൂർണ്ണമായ വുളൂ ആകുള്ളൂ. വുളൂ സ്വഹീഹാകണമെങ്കിൽ വുളൂഇൻ്റെ ഷർത്തും ഫർളും പാലിച്ച് വുളൂ എടുത്താൽ മതി. എന്നാൽ വുളൂ പൂർണ്ണമാകണമെങ്കിൽ വുളൂഇൻ്റെ ഫർള്, ഷർത്ത്, അതിന് പിന്നെ പുറമെ സുന്നത്തും കൂടെ പാലിക്കണം. അതൊക്കെ പാലിച്ചിട്ടാണ് ഉസ്താദ് ഇവിടെ വുളൂ ചെയ്ത് കാണിച്ചു തരുന്നത്. അതിനുശേഷം 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്തു. എന്താണ് ആ ദുആ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതാണ് വുളൂഇന് ശേഷമുള്ള ദുആ. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവേ, തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും എന്നെ ഉൾപ്പെടുത്തണമേ. നിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നിന്നെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇത് ഓരോ വാക്കിൻ്റെയും പിന്നെ അർത്ഥം ഏതാണ്? ഓരോ
ഭാഗങ്ങളുടെ അർത്ഥം ഏതാണെന്നുള്ളത് നമ്മൾ തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് അത് നോക്കാം. ഇനി ഇതുപോലെയാണ് നിങ്ങൾ വുളൂ ചെയ്യേണ്ടത്. ഉസ്താദ് പറഞ്ഞു. സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ. അല്ലാഹുവേ കൂടുതൽ തൗബ ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഇനി തദ്രീബാത്തിലേക്ക് കടക്കാൻ ഒന്നാമത്തെ നുറത്തിബ് തെർത്തീബാക്കാനുള്ളതാണ്. തെർത്തീബാക്കാനുള്ള ഏതാണെന്ന് വെച്ചാൽ മുൻകൈ കഴുകുമ്പോൾ ചൊല്ലാനുള്ളതാണ്. വുളൂഇൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് മുൻകൈ കഴുകുമല്ലോ, ആ സമയത്ത് ചൊല്ലാനുള്ള ദിക്ർ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ ഡിസോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓർഡറിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. രണ്ടാമത്തേത് അല്ലാഹുമ്മ ജഅൽനി വുളൂഇന് ശേഷമുള്ള ദുആയാണ് ഇവിടെ ഡിസോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഓർഡറിൽ എഴുതുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി രണ്ടാമത്തെ നെസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ഇവിടെ വുളൂഇൻ്റെ ശേഷമുള്ള ദുആയിൽ പറഞ്ഞ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഡിസോർഡർ ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഓർഡറിലാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനോട് ചോദിച്ചതാ അല്ലാഹു തആല അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അടുത്ത വഹ്ദഹു ലാ ശരീക ലഹു, അതിനോട് ചോദിച്ച് ഏഴാണ്. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. അതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത വജഅൽനി മിൻ ഇബാദിക്കസ് സാലിഹീൻ, ആൻസർ ബി ആണ്. നിൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഇനി അതിൽ രണ്ടാമത്തേത് ബി അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അതിൻ്റെ അർത്ഥം ഏതാണ്? അല്ലാഹുവേ തൗബ ചെയ്യുന്നവരിലും ശുദ്ധിയുള്ളവരിലും എന്നെ ഉൾപ്പെടുത്തണമേ. അടുത്ത സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, ആൻസർ ഡി. അല്ലാഹുവേ നിന്നെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത്, ആണ് ആൻസർ. നീ അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അടുത്തത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അതിനോട് ചോദിച്ച് സി ആണ്. നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇനി കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തേത് ഉസ്താദിൻ്റെ വുളൂ ക്രമപ്രകാരം എഴുതുക. ഉസ്താദിൻ്റെ വുളൂ ക്രമപ്രകാരം എഴുതാനുള്ളതാണ്. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നെന്ത് ചെയ്തിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അവസാനത്തിൽ ദുആ എന്നും എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദിക്റ് ചൊല്ലുക, 3 മുൻകൈ കഴുകുക. ഇത് രണ്ടും കൂടെ ഒപ്പം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തിൽ ഒന്ന് നമുക്കവിടെ ചേർക്കാൻ കഴിയും. ദുആഇൻ്റെ കൂടെയാണ് ഈ തദ്രീബാത്തിൽ നമ്മളത് കാണിച്ചിട്ടുള്ളത്. അവസാനത്തും മനസ്സിലാകും. ദിക്റ് ചൊല്ലുക, 3 മുൻകൈ കഴുകുക, 4 മിസ്വാക്ക് ചെയ്യുക, 5 വായിൽ വെള്ളം കുപ്പിളിക്കുക, 6 മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുക, 7 നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് കരുതുക, 8 3 തവണ മുഖം അതിൻ്റെ ചുറ്റുഭാഗവും കഴുകുക, 9 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കഴുകുക, 10 തല മുഴുവനും 3 തവണ തടവുക, 11 2 കൈയും നനച്ച് ചെവി രണ്ടും ഉള്ളും പുറവും 3 തവണ തടവുക, 12 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകുക. ഇവിടെ ദുആ എന്നുള്ളതിൻ്റെ കൂടെ അവിടെ പറഞ്ഞ് 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി എന്നുകൂടെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ദിക്റ് ചൊല്ലി മുൻകൈ കഴുകുക എന്ന് ചെയ്യണം. ദിക്റ് ചൊല്ലി മുൻകൈ കഴുകുക എന്നുള്ളത് ഒന്നാക്കിയിട്ട് രണ്ടാമത്തെ സ്ഥാനത്തിന് എഴുതുക. എന്നിട്ട് ഓരോന്ന് മുകളിലേക്ക് കൊടുത്താൽ ഇവിടെ അവസാനത്തെ 12ാമത്തേൽ നമുക്ക് എഴുതാൻ കഴിയും. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ദുആ ചെയ്യുക എന്നതിൽ എന്ത് കൂട്ടണം? 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യുക എന്നവിടെ എഴുതി ചേർക്കണം. ഇൻഷാ അല്ലാഹ് ഇതോടെ 3ാമത്തെ പാഠം കഴിഞ്ഞു. 2ാമത്തെ പാഠം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമാകപ്പെട്ട നിസ്കാരത്തിൻ്റെ പ്രധാന കർമ്മമാകുന്ന വുളൂ, ആ വുളൂ പരിപൂർണമായ രീതിയിൽ എടുത്ത് കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.